ചോറിനും ചപ്പാത്തിക്കും ദോശക്കും ഒരുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഇറച്ചിയും മീനൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കി നല്ല രുചിയോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെണ്ടക്ക മസാലൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഇതിന് തന്നെ നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 1/4 കിലോ വെണ്ടക്ക നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം ഒരു വെണ്ടക്കനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇങ്ങനെ വഴറ്റിയിട്ട് കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ കറിയിൽ ഇതിട്ട് കഴിഞ്ഞാൽ ആ വഴുവഴുപ്പ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കറിയിൽ നേരിട്ട് ഇട്ട് കൊടുത്താൽ ഒരു വഴുവഴുപ്പായിരിക്കും. നമ്മൾ കറി വെക്കുമ്പോഴായാലും വറവുണ്ടാക്കുമ്പോഴായാലും വെണ്ടക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉണങ്ങിയ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടോ തുടച്ചിട്ട് വേണം എടുക്കാൻ. അല്ലെങ്കിലും ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചതുപോലെ വഴുവഴുപ്പായിട്ട് ഉണ്ടാവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. വെണ്ടക്ക ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം സെയിം പാൻ തന്നെ പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 2 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് വഴറ്റി അങ്ങ് സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 3 വെളുത്തുള്ളിയും 2-3 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയും ചേർത്തിട്ട് ഒരുപാട് അങ്ങ് വഴറ്റി സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് തക്കാളി കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വന്നാൽ മതി. ഈ ഒരു രീതിയിൽ വന്ന് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സാമ്പാർ പൗഡർ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പൊടിയുടെ ഒരു പച്ച ടേസ്റ്റിൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയിട്ട് ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതുപോലെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇത് മുഴുവനും ഇട്ട് കൊടുക്കാം. മുഴുവനും മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പിലും കുറവായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത്, അല്പം ഒഴിച്ച് കൊടുത്താൽ മതി, ഒന്ന് അരിയാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി കറി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം ആദ്യം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ആദ്യം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി നന്നായിട്ട് തിളച്ച് ആ ഒരു എണ്ണയെല്ലാം ഇതുപോലെ സൈഡിൽ നിന്നെല്ലാം തെളിഞ്ഞ് വരുന്ന ആ ഒരു രീതിയിൽ ആകുമ്പോൾ നമുക്കിതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം പുളിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിത് വഴറ്റുന്ന സമയത്ത് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വഴറ്റിയെടുത്ത ആ ഒരു വെണ്ടക്ക ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിക്കാം. അപ്പോൾ വെണ്ടക്കയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ തിളപ്പിക്കാം. ഇതാ തുറന്നിട്ടുണ്ട്, അടിപൊളിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള ക്യൂബായിട്ട് കട്ട് ചെയ്തതും ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് ലാസ്റ്റ് ഇതിങ്ങനെ പച്ചക്ക് കടിക്കുമ്പോൾ. ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ഒരു ചൂട് കൊണ്ട് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് വെന്തോളും. അപ്പം ഇടയ്ക്ക് ഇതും കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയിട്ട് ചൂടോടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. ചപ്പാത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടെയെല്ലാം അടിപൊളി രുചിയാണ്.